ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. അപ്പോൾ ഒന്ന് നോക്കി നോക്കാണ്. ഞാൻ എൻ്റെ ചെരുപ്പ് ഇവിടെ ഒന്നുണ്ടാക്കി കഴിച്ചിട്ട് പോയതാട്ടോ. വന്നപ്പത്തിന് ആരോ കൊണ്ടേക്കും. നായ്ക്കള് പോയി എന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിച്ചിട്ടോ. എൻ്റെ ഒരു ചെരുപ്പ് കൊണ്ടേക്കണു, മോൻ്റെ ഒരു ചെരുപ്പ് 3-4 ദിവസമായി കൊണ്ടുപോയിട്ട്. അതിനൊന്ന് നായനെ കല്ലെടുത്തെറിഞ്ഞ് വന്നിട്ട് ഇവിടെ കഴിച്ചിട്ടു. അതോടെ കഴിച്ചിട്ടോ അകത്ത് കയറിയതും ഒരു ചെരുപ്പ് പോയിട്ടോ. ഇന്നിപ്പോ എൻ്റെ ഒരു ചെരുപ്പ് കൊണ്ടുപോയി. ഇനിയിപ്പോ എവിടെ നോക്ക, ഞാന് വേറെ ഒരു ചെരുപ്പില്ല അവിടെ കേട്ടോ. ഞാനിപ്പോ ഒന്ന് പുറത്തേക്ക് വന്നതാണ്. ഞാനവരൊന്നും കാട്ടിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. എന്താ എന്റെ കൊണ്ടുപോയിന്നാവും. എന്റെ ഒരു ദിവസം നേരം വെളുത്ത് നീച്ചപ്പോ കൊണ്ടുപോയിട്ട് നേരെ അവിടെ കൊണ്ടുപോയി കഴിച്ചിട്ട് കൊണ്ടിട്ടു അല്ലെ. നമ്മള് കഴിച്ചിട്ട പോലെ അവിടെ കൊണ്ടുവച്ചു. ഞാൻ നേരം വെളുത്ത് കൊറേ തെരഞ്ഞെടുത്തിട്ട് അതുപോലെ ഇന്നിപ്പോ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും കേറിയിരുത്താതെ. ഇപ്പൊ ഇടത്തെ കാലം മറ്റേ ചെരുപ്പാണ്. ഈ മുളയുടെ ചോട്ടിലാകെ നായ്ക്കളാണ്. ഈ ചൂടല്ലേ ഇപ്പൊ വന്ന് കൂടിയതാണ് അവര്. അത് കാരണം ഇപ്പൊ ചെരുപ്പാണ് കിട്ടാറ് കൊണ്ടുപോണത്. ഇനിയിപ്പോ എന്താ കാട്ടന്റെ ചെരുപ്പ് എവിടെ കഴിച്ചിട്ടാവും. മറ്റവരിപ്പോ വേറെ ചെരുപ്പ് ഇട്ടിട്ടാ പോണു. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ചെരുപ്പ് ഇവിടെ കിടക്കുക. ഈ ചെരുപ്പിന്റെ തോണ അവര് കൊണ്ടുപോയി. എവിടെ ഇട്ടിക്കണെന്ന് അറിയില്ല. അപ്പൊ എന്റെ ചെരുപ്പും കൊണ്ടുപോയില്ലേ. കണ്ട അവിടെ ഒന്ന് കളിക്കണ്. അവരാണ് ഈ കൊണ്ടുപോയത് കേട്ടോ. കണ്ടോ, ഈ കുട്ടികളാണ് ഈ കൊണ്ടുപോണേ. ഹലോ ഹലോ, എന്റെ ചെരുപ്പ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തരൂ. ഏയ്, എന്ത് ചെയ്യും ഞാനിപ്പോ കുളി അതുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ കഴിച്ചിട്ട് അകത്തേക്ക് കേറിയിട്ട് പിന്നെ പുറത്തേക്ക് വന്നപ്പോ ചെരുപ്പ് കാണാൻ. ഹലോ ഹലോ, എന്റെ ചെരുപ്പ് ഇവിടെ കഴിച്ചിട്ട് ഒന്ന് തരൂ. അവിടെ ഉണ്ട് കേട്ടോ. ഉമ്മയും മക്കളൊക്കെ അവിടെ ഉണ്ട് തോന്നുന്നു. എന്താ കാട്ടെന്റെ ചെരുപ്പ് ഇവിടെ നോക്ക. ഞാന് ചൂടായോണ്ട് ഇവര് മോളുടെ ചോട്ടിൽ വന്ന് കൂടിയിട്ടേ എന്താ ചെയ്യന്റെ ചെരുപ്പ്. ചൂട് നായ്ക്കളാണ്. ഞാനിപ്പോ ഒരു ചെരുപ്പ് ഇട്ടാ നടക്കട്ടോ. ഒരു കാലുമ്മ ചെരുപ്പില്ല, ഒരു കാലുമ്മ ചെരുപ്പ്. എന്റെ ചോട്ടിൽ അതാ കിടക്കും. എന്റെ ചെരുപ്പ് എവിടെ കൊണ്ടായിട്ട് തരൂ. ഒരാളാണ് അവിടെ കിടക്കുന്നു. അവിടെ കടന്നോട്ടെ, ഞാനൊരു ശല്യമൊന്നും ചെയ്യുന്നില്ല. കുട്ടികൾ ചിലപ്പോ കല്ലെടുത്ത് എറിയിട്ടോ. ഞാനൊരു ശല്യം ചെയ്യുന്നില്ല. എന്റെ ചെരുപ്പ് എന്തിനപ്പോ അവര് കൊണ്ടുപോയി. എന്റെ ചെരുപ്പ് അവിടെ കൊണ്ടായിട്ട്. എന്റെ ചെരുപ്പ്. ഹലോ മക്കളെ, എന്റെ ചെരുപ്പ് ഇവിടെ കൊണ്ടായിട്ട്. അമ്മേ, ഞാൻ നിരക്ക് വരുമോ? എന്റെ ചെരുപ്പ് ഇവിടെ കൊണ്ടായിട്ട് ഒന്ന് കാണിച്ചു തരുമോ? കിട്ടിയതിന് എത്ര വട്ടം കഴുകണം? ഹലോ പൊന്നു മക്കളെ, ഒന്ന് കാണിച്ചു എന്റെ ചെരുപ്പ് ഒന്ന് കാണിച്ചു തരൂ. എന്റെ ചെരുപ്പ് എവിടെ ചോദിച്ചോ കാണി കുട്ടികളോട്. ഹലോ, എന്റെ ചെരുപ്പോ? എന്റെ ചെരുപ്പ് എവിടെ കൊണ്ടായിട്ട് ചോദിച്ചോക്കി. എന്റെ ചെരുപ്പ് എവിടെയും പോയോക്കട്ടെ. ഒരു കാലം ഈ ചെരുപ്പ് കേട്ടോ. ഒരു കാലിന്റെ ചെരുപ്പാണ് ഇവിടെ. കാലിന്റെ ഒരു കാലം ഈ ചെരുപ്പും ഒരു കാലം ഈ ചെരുപ്പും. നമുക്കൊന്ന് പോയോക്കെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. പറ്റി വരുമോന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോ അടിച്ചു കയറാൻ എന്തേലോ കിട്ടിയെടുത്ത് പോയോക്കട്ടെ. അതെന്താണ് മിഞ്ഞാന്നേട്ടെ നേരെ തിരിച്ചപ്പോളേ
2 ചെരുപ്പ് ഞാൻ കഴിച്ചിട്ട പോലെ ഇവിടെ നിന്ന് നേരെ അവിടെ കൊണ്ടുവച്ചിരിക്കുക. ഞാൻ കഴിച്ചിട്ട് അതേ രൂപത്തിലിട്ടോ. ഞാനതൊരു വടി കൊണ്ട് തോണ്ടിയിട്ട് കൊടുന്നിട്ട് കഴുകി. അതുപോലെ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ കടക്കുന്നുണ്ട് തോന്നുന്നു. അന്ന് അവിടെ തന്നെ ഇട്ടീന്ന്. അത് ആ ഡാർപ്പായിട്ട് അവിടെ കാണാണ്ടോ? ഒന്ന് കവുന്ന് കിടക്കുന്നുണ്ട്. ഒന്ന് നേരല്ല ഇട്ടിക്കണ. ഇവിടുന്ന് കാണൂല. എന്റെ ചെരുപ്പ് എവിടെ മക്കളെ? കാണൂല തോന്നുന്നു. കട്ടെ എന്റെ നേരക്ക് വരുവാണാവോ? ഒരു വടി എടുത്തുപ്പോ. അന്ന് ഇവിടെ കഴിച്ചിട്ടേന് ഇവിടെ. എന്റെ നേരക്കായിട്ട് വന്നാല് ഞാൻ കയറ്റി ചാടേണ്ടി വരും. പിന്നെ ഇവിടെ കിണറില് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്തിട്ടേ കലങ്ങിക്കണു. കണ്ടോ മുളത്തിട്ട്. ഞാൻ അന്ന് ഈ വടി കൊണ്ട് ആ ചെരുപ്പ് തോണ്ടിക്കോളൂ. ഇതൊരു ഡാരണ പറ്റുള്ള എറിഞ്ഞേ. ഇത് കടക്കണു എന്റെ ചെരുപ്പ്. എന്റെ ചെരുപ്പ് ആരോടെ കൊണ്ടിട്ട്? ഇതാരോടെ കൊണ്ടിട്ട് എന്റെ ചെരുപ്പ്? എന്റെ ഈ ചെരുപ്പ് ആരോടെ കൊണ്ടിട്ട്? എന്റെ ഈ ചെരുപ്പ് ആരോടെ കൊണ്ടിട്ട്? ഇതാ കിടക്കണു. അന്ന് ഇതുപോലെ ഇവിടെ ഇതുപോലെ ഇവിടെ കൊണ്ടിട്ട് ഈ ടാർപ്പഴ പോലെ. അത് കാരണം പെട്ടെന്ന് കാണൂല അവിടുന്ന്. എന്റെ ചെരുപ്പ് ആരോടെ കൊണ്ടിട്ട്? ഫോണുണ്ടോ? വയറൊക്കെ എടുത്തിട്ട് കടിച്ചിട്ട് കുടിച്ചു. അതാ ഈ ചെരുപ്പിന്റെ ആണല്ലേ? ഈ ചെരുപ്പിന്റെ ഒരു തുണയിട്ടത്. അന്നിപ്പോ നേരെ കൊടുന്നിട്ടീന്ന്. ഇനിയിപ്പോ ഒന്ന് കടിച്ചു കീറിയിട്ടൊന്നും ഇല്ല. കഴുകട്ട ഉണ്ടായിട്ട്. മറ്റവന്റെ ചെരുപ്പ് എവിടെയാണാവോ? അവന് കല്ലെടുത്ത് എറിഞ്ഞിട്ടേ ആ ഏറിയല് കൊണ്ടായതാ. ടാക്കടെ ചോട്ടുകൂടൊക്കെ പാടെ പോണെങ്കിലും കടക്കട്ടെ. കമ്പി ചോട്ടുകൂടെ പോണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അയ്യോ അമ്മക്ക് വെച്ച കഷ്ടം തന്നെയാണ്. നമ്മള് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ അകത്തേക്ക് വരാം. അസറ് വാങ്ങിക്കൊടുത്താലേ പുറത്തേക്ക് ഇറങ്ങാം. മഹർ കഴിഞ്ഞാ പിന്നെ അതിന് പിന്നെ മൂത്രയിക്കാൻ മുട്ടിയ ഒരു ചെരുപ്പ് വേണ്ടില്ല. കടിച്ച് കീറിയിട്ടില്ലാച്ചെങ്കി ഇതുമ്മ ആകെ നാക്കോ പല്ലൊക്കെ താണുക്കുന്നു കേട്ടോ. ചെരുപ്പിന് വലിയ കുഴപ്പമൊന്നും കുറച്ച് പഴക്കുന്നുണ്ടായാലും കുഴപ്പമുണ്ടാകുന്നില്ല. കടിച്ച് പൊട്ടിച്ചിട്ടില്ലാന്നുള്ളു. ഇവിടെ പല്ലും നഖമൊക്കെ കൊണ്ടിട്ട് ചെരുപ്പിന് പരിക്കുണ്ട്. പാവന്റെ ചെരുപ്പിന് നല്ല പരിക്കുണ്ട്. കണ്ടോ? ഇവിടെ ഒരു കുണ്ട്. ഇവിടെ നിറച്ച് കുണ്ട്. ചെരുപ്പിനൊരു കുഴപ്പമില്ലാത്ത ചെരുപ്പാണ്. എന്റെ കാലുമ്മേ ഇതുമ്മ ഒരു ചെരുപ്പ്, ഇതുമ്മ വേറൊരു ചെരുപ്പ് ഇടങ്കോടാക്കിട്ട് ഇട്ടിരിക്കണു. അത് കുഞ്ഞാവാടേന്ന്. ഞാൻ അൽഹംദുലില്ലാ അത് കിട്ടി. പെട്ടെന്ന് ഇപ്പൊ ഒരു ചെരുപ്പ് ഓടിക്കാറിനാലേ 200 ഉറുപ്പിയുടെ ചെരുപ്പ്. അത് 200 രൂപ പെട്ടെന്ന് വേണ്ടേ? 200 ഉറുപ്പ്യക്ക് 200 ഉറുപ്പ്യ തന്നെ വേണ്ടേ? അതൊരു 6-7 വട്ടം കഴുകണ്ടേ? എന്താ കാട്ടുന്നത്? ഞാൻ അവിടെ ശല്യം ചെയ്യാനൊന്നും പോകാറില്ല. പിന്നെ എന്തിനാണ് അവരിന്റെ ചെരുപ്പ് കൊണ്ടുപോയി? എന്റെ മോന്റെ ചെരുപ്പ് കൊണ്ടുപോയത് കാരണം അവൻ കണ്ടാ വലുത്. ഇതൊക്കെ പറയും പോലെ ചൂടത്ത് കടക്കാനും മടി. സ്വൈരം കൊടുക്കൂല മക്കള് കണ്ട. ഞാൻ ഒന്നും കാട്ടില്ല. പാവക്ക് പാവം തോന്നുള്ളൂ.
തോന്നിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ഞാൻ ഇന്നാള് കിട്ടിയിട്ട് മണ്ണൊക്കെ കലക്കിയിട്ടൊക്കെ കഴുകി. ഇരിക്കട്ടെ, ഇനി നാളെ കുളിക്കാനൊക്കെ കഴുകാം. ഇവന്ന് കൊണ്ടുപോകണാവും. ഒരു ഇടങ്കോടനി ഇടംകുടത്തിന് ഇടല്ല. എന്താ കുഞ്ഞാവാടൊരു ചെരുപ്പും നാളെ കുളിക്കതിൻ്റെ മുന്നേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പത്തേനും ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. അറിയില്ല എന്താ പിന്നെ കാട്ട് മനുഷ്യൻ ഇവിടെ കിടക്കട്ടെ. അവിടുന്ന് കൊണ്ടുപോകണാവും. അപ്പൊ അവിടെ ഇരുന്നിട്ടാ നാളെ കാണട്ടോ. നാളെ ഞാൻ തിരുമ്പല് കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന്റെ മുന്നേ നേരെ കഴുകട്ടോ. അപ്പത്തേന് നായ കൊണ്ടുപോയില്ലെങ്കിൽ, നായ്ക്കള് വീണ്ടും കൊണ്ടുപോയില്ലെങ്കിൽ ഈ ചൂടല്ലേ. അപ്പൊ ഈ മുളയുടെ ചോട്ടിൽ ഇങ്ങനെ വന്ന് കിടക്കാൻ നല്ല സുഖമാണ്. ഒറകള് കവറിലാക്കി വെച്ചൊക്കെ എടുത്തോണ്ടായിട്ട് അവിടെ ചിക്കി പരത്തിട്ടു. കാണാണ്ടോന്ന് അറിയില്ല. ആ തലക്കെ കവറുകള് കീസ് ഒറയിലാക്കി വെക്കൂലേ, ഹരിത കർമ്മസേന വന്നാ കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോ അവരോട് എന്താ പറയാ. ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ ചിക്കി പരത്തിട്ടു. ആ തലക്കെ അപ്പളാ കാണുക അവിടെ കൊറേ ഉണ്ട്. ഒരു 10 എണ്ണം ഉണ്ട് ഇതിന്റെ ചോട്ടില്. അപ്പൊ കുട്ടികൾക്ക് പുറത്തിറങ്ങി പോകാനും പേടിയാണ്. ഒരു കണ്ടാ കല്ലെടുത്തെറിയാം. അപ്പൊ ഇവര് ഏതാ ചെരുപ്പ് ഇട്ടിക്കണ് നോക്കി മനസ്സിലാക്കിയിട്ട് അത് ഞങ്ങളുടെ ഒക്കെ ചെരുപ്പുണ്ട് ഇട്ടോ ഇവിടെ. അതിന്റെ ഇടയിൽ മോന്റെ ചെരുപ്പാണ് കൊണ്ടുപോയി. ചെരുപ്പിന്റെ തൊണ ഞാൻ കല്ലെടുത്തിട്ട് അപ്പോട്ട് വന്നിട്ടുള്ളൂ. ഇവിടെ ചെരുപ്പ് പോയിട്ട് അകത്ത് കയറി. എന്റെ സിയമോളെയൊക്കെ ചെരുപ്പുണ്ടായിരുന്നു ഇവിടെ. അവരെ പാടി അന്ന് കൊണ്ടുപോയി. ഏട്ടത്തിന്റെ തൊണ കൊണ്ടുപോയി. പാവം. ഒരു ചെരുപ്പ്, രണ്ടും ഒരേ ചെരുപ്പ് ഇങ്ങനെ ഇരിക്കുക. ഒന്ന് ഉവാവാടി, ഒന്ന് ഇന്ത്യ. എന്താ കാത്ത ഞാൻ നായ്ക്കൾ കൊണ്ടുപോയ പിന്നെന്താ കാത്ത. ഞാൻ അവരൊന്നും കാട്ടല്ല കേട്ടോ. ഒന്നും എന്തേലും തിന്നാണ്ടെങ്കിൽ കൊടുക്കല്ലാതെ കല്ലെടുത്തെറിയാ ഒന്നും ചെയ്യലില്ല. എന്നിട്ടാണ് എന്റെ ചെരുപ്പ് അവര് കൊണ്ടുപോയിക്കണേ. അപ്പൊ അവരെന്താ വേണ്ടത്. അപ്പൊ ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇത് കാണുന്നവരെ വീട്ടിലൊക്കെ ചെരുപ്പ് നായുണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ എന്നാ ശരി, നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പൊ അങ്ങോട്ട് റോഡ് മുറിഞ്ഞ് പോകുന്നുണ്ട്. കണ്ടൊക്കെ റോഡ് മുറിഞ്ഞായിട്ട് അപ്പുറത്തെ പോയി. ഒക്കെ ഒന്നും ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. ഇനി ബാക്കി ഇവിടെ കിടക്കുന്നുണ്ടാവും. ഞാൻ വീഡിയോ നിർത്തട്ടെ വിചാരിച്ചപ്പോഴാണ് റോഡ് മുറിഞ്ഞായിട്ട് അപ്പുറത്തെ വളപ്പ് പോവുക. വണ്ടിയുടെ മുമ്പൊക്കെ ചാടിയ വണ്ടിക്കാരും കുടുങ്ങി. കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവോ. റോട്ടിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. ബൈക്കുകാരൊക്കെ പെട്ടെന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് വന്ന എന്താ സ്ഥിതി. തണലുണ്ട് അവിടെ കിടക്കുക കേട്ടോ. ആണെങ്കിൽ എല്ലാരും അവിടെ കിടക്കൂട്ടോ. എല്ലാ കുട്ടികളും വരുമ്പോഴാവും അവരെ പിന്നാലോട്ട്. ശരി, ഇതിങ്ങനെ എടുക്കാച്ചാ കൊറേ ഉണ്ട് എടുക്കാന്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.